പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ദൈവപരിപാലനയിൽ നമുക്ക് ഷെക്കീന അമേരിക്കാസ് ന്യൂയോർക്ക് റീജിയൻ സ്റ്റുഡിയോ തുടങ്ങാനായിട്ട് ഭാഗ്യം തന്നതിന് ദൈവത്തിന് നമുക്ക് പ്രത്യേകം നന്ദി പറയാം. ഇതിനുവേണ്ടി അധ്വാനിക്കുന്ന എല്ലാവരെയും ഓർത്ത് ദൈവത്തിന് നന്ദി പറയാം. പ്രത്യേകിച്ചും ഈ സ്റ്റുഡിയോ സജ്ജീകരിക്കാനായിട്ട് അനിൽ ബ്രദറിനെയും ലില്ലി സഹോദരിയെയും ഒക്കെ തോന്നിപ്പിച്ച് അനുവദിച്ചതിന് ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. എത്രയോ പേർക്കൊരു മാതൃകയാണ്, പ്രത്യേകിച്ച് അമേരിക്കയിലുള്ളവർക്ക്. ഇതിനെല്ലാം ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ഷെക്കീന അമേരിക്കാസ് ന്യൂയോർക്ക് റീജിയൻ തുടങ്ങിയിരിക്കുന്ന ഈ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന പരമ്പരയിൽ എന്നെ ഉൾപ്പെടുത്തുന്നതിന് ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. ഇതിനോട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാവരെയും പ്രാർത്ഥനയിൽ ഓർക്കുന്നു. ഞങ്ങൾ വിശ്വസിക്കുന്നു എന്നുള്ള ആ ഒരു പരമ്പരയായിട്ടാണ് ഇത് തുടങ്ങിയിരിക്കുന്നെങ്കിലും ഞങ്ങളെന്നുള്ളതിൽ മാമോദിസ മുങ്ങിയ എല്ലാവരും ഒരു പ്രത്യേകമായ വിധം ചേരുന്നുണ്ട്. അത് പലര് ചേരുന്ന ആയതുകൊണ്ട് വ്യക്തിപരമായിട്ട് ഞാൻ വിശ്വസിക്കുന്നു എന്നുള്ള ആ ഒരു വിഷയമാണ് എൻ്റെ മനസ്സിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഓരോരുത്തരും ഞാൻ എന്ത് വിശ്വസിക്കുന്നു, നമ്മൾ സഭയായിട്ട് വിശ്വസിക്കുന്നത് വലിയൊരു കാര്യമാണ്. അതിൽ വ്യക്തികളുടെ വിശ്വാസം പോലെയാണല്ലോ സഭയുടെ വിശ്വാസം ആയിത്തീരുന്നത്. അതുകൊണ്ട് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം, അതുപോലെ വിശുദ്ധ ഗ്രന്ഥം, ഇത് രണ്ടുമാണ് നമ്മൾ ഈ പരമ്പരയിൽ പ്രധാനമായിട്ടും രേഖകളായിട്ട് ഉപയോഗിക്കുന്നത്. അതിൻ്റെ കൂടെ ഓരോരുത്തരുടെയും ജീവിത അനുഭവങ്ങളും പങ്കുവയ്ക്കുന്നു എന്നുള്ളതാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത്, എനിക്ക് കിട്ടിയിരിക്കുന്ന നിർദ്ദേശം. അതുകൊണ്ട് ഈ 3 മേഖലയിൽ തിരുവചനം, കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം, ജീവിതാനുഭവങ്ങൾ, ഇതിൻ്റെ വെളിച്ചത്തിൽ എൻ്റെ മനസ്സിൽ ആദ്യം തന്നെ വരുന്നത് ഈ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം വിശുദ്ധ ജോൺ പോൾ II മാർപ്പാപ്പ പ്രസിദ്ധീകരിക്കാനായിട്ട് അനുവാദം നൽകിയപ്പോൾ പിതാവ് പറഞ്ഞിരിക്കുന്ന ഒരു വചനം നമ്മൾ വളരെ ഗൗരവമായിട്ട് സ്വീകരിക്കുന്നത് ആവശ്യമാണ്. വിശ്വാസ പ്രബോധനത്തിനുള്ള അസന്നിഗ്ധ മാനദണ്ഡവും സഭ ഐക്യത്തിനുള്ള സാധുവും നിയമപരവുമായ ഉപകരണവുമാണ് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥമെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു. വിശ്വാസ പ്രബോധനത്തിനുള്ള അസന്നിഗ്ധ മാനദണ്ഡം. തെറ്റാവരത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ കാണുമ്പോൾ നമ്മൾ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം ആധികാരികമായിട്ട് എന്ത് പഠിപ്പിക്കുന്നോ അത് നമ്മൾ പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുന്നതാണെന്നുള്ള ഒരു വിശ്വാസത്തോടെയും ഉറപ്പോടെയും നമ്മൾ സ്വീകരിക്കുമ്പം പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കാൻ തുടങ്ങും. തിരുവചനം നമുക്കറിയാം, ദൈവനിവേശിതമാണ്. ഈ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ 26ാമത്തെ ഖണ്ഡികയിൽ പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുന്ന ഒരു വചനം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. തന്നെ തന്നെ വെളിപ്പെടുത്തുകയും തന്നെ തന്നെ മനുഷ്യന് പ്രദാനം ചെയ്യുകയും സ്വജീവിതത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം അന്വേഷിക്കുന്ന മനുഷ്യന് അതിസമ്പുഷ്ടമായ പ്രകാശം നൽകുകയും ചെയ്യുന്ന ദൈവത്തിന് മനുഷ്യൻ നൽകുന്ന പ്രത്യുത്തരമാണ് വിശ്വാസം. അന്നേരം വിശ്വാസം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ പ്രത്യുത്തരമാണ്. അതേസമയം തന്നെ അതിനേക്കാൾ മുമ്പ് തന്നെ ഈ വചനത്തിൽ പറയുന്നത് പോലെ ദൈവം നൽകിയിരിക്കുന്ന ആ കൃപകൾ, അതിന് നൽകുന്ന പ്രത്യുത്തരം 14ാമത്തെ ഖണ്ഡികയിൽ, മതബോധന ഗ്രന്ഥത്തിന്റെ 14ാമത്തെ ഖണ്ഡികയിൽ മനുഷ്യന് ദൈവം നൽകുന്ന ദാനങ്ങളുടെ സംഗ്രഹമാണ് വിശ്വാസ പ്രമാണം. അന്നേരം ദൈവം മനുഷ്യർക്ക് വേണ്ടി, കത്തോലിക്കർക്ക് വേണ്ടി മാത്രമല്ല, ക്രിസ്ത്യാനികൾക്ക് വേണ്ടി മാത്രമല്ല, ദൈവം സൃഷ്ടിച്ച ഓരോ മനുഷ്യനു വേണ്ടിയും എന്ത് ചെയ്തു, എന്തൊക്കെ കൃപകൾ, ദാനങ്ങൾ വാരി വേറിയിരിക്കുന്നു, അതൊക്കെ സംഗ്രഹ രൂപത്തിൽ തരുന്നതാണ് വിശ്വാസ പ്രമാണം. നമ്മൾ പ്രാർത്ഥിക്കാറുള്ള വിശ്വാസ പ്രമാണം. അന്നേരം ഈ ദൈവം തന്നിരിക്കുന്ന വലിയ ദാനങ്ങൾക്ക് ഞാൻ വ്യക്തിപരമായി, നമ്മൾ ഓരോരുത്തരും എന്ത് മറുപടിയാണ് ദൈവത്തിന് കൊടുക്കുന്നത്, എങ്ങനെയാണ് നമ്മൾ പ്രതികരിക്കുന്നത്? ഇംഗ്ലീഷിൽ റെസ്പോൺസ് എന്ന് പറയുന്നത്, വാട്ട് ഈസ് മൈ റെസ്പോൺസ് ടു ഗാഡ്സ് ഗിഫ്റ്റ്? അതാണ് നമ്മൾ വിശ്വാസത്തെ കുറിച്ച് ചിന്തിക്കുമ്പോഴത്തേക്ക് വളരെ വ്യക്തിപരമായിട്ട്
നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. എന്നിട്ട് 16-ാമത്തെ ഖണ്ഡികയിൽ പറയുന്ന ഈ ഒരു വചനം കൂടെ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ദൈവഛായയിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യന്റെ പരമ അന്ത്യത്തെക്കുറിച്ചുള്ള പ്രതിപാദ്യമാണ് ഈ ഗ്രന്ഥത്തിന്റെ 3-ാം ഭാഗം. കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥത്തിന്റെ 4 ഭാഗങ്ങളിൽ 3-ാമത്തെ ഭാഗത്തെക്കുറിച്ച് പറയുവാണ്. ദൈവഛായയിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യന്റെ അന്ത്യത്തെക്കുറിച്ചുള്ള പ്രതിപാദ്യം, സ്വർഗ സൗഭാഗ്യവും അത് പ്രാപിക്കാനുള്ള മാർഗങ്ങളും ഇവിടെ പ്രതിപാദിക്കപ്പെടുന്നു. നമുക്കറിയാം എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന, പ്രത്യേകിച്ച് ഈ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ ആരെല്ലാം എന്തെല്ലാം പറയുന്നു. പല കാര്യങ്ങളും പലരുടെ അഭിപ്രായങ്ങളാണ്. എന്നാൽ പരിശുദ്ധാത്മാവ് എന്ത് പറയുന്നു എന്നുള്ളത് ഈ കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥവും തിരുവചനവും വെച്ച് നമ്മൾ ശ്രദ്ധിക്കുമ്പം 2 കാര്യങ്ങളാണ് നമ്മൾ ഓർക്കേണ്ടത്. ഒന്ന്, നമ്മൾ ദൈവഛായയിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. രണ്ടാമത്തത്, നമ്മുടെ അന്ത്യം എന്തിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടു. ദൈവഛായയിൽ സൃഷ്ടിക്കപ്പെട്ടത് പ്രത്യേകിച്ച് മാമോദീസായിലൂടെ നമ്മൾ സ്വീകരിക്കുവാണ്. പ്രായപൂർത്തിയായവർ സ്വന്തം തീരുമാനപ്രകാരം, കുഞ്ഞുങ്ങളാണെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് തീരുമാനം എടുക്കാൻ പറ്റാത്തതുകൊണ്ട് മാതാപിതാക്കളോ പ്രായപൂർത്തിയായ രക്ഷാകർത്താക്കളോ തീരുമാനിക്കുന്നു. മാമോദീസായിലൂടെ എന്ത് സംഭവിക്കുന്നു? ആ ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 19-ാമത്തെ തിരുവചനത്തിൽ പറയുന്നത് പോലെ, 20-ാമത്തെ തിരുവചനത്തിൽ പറയുന്ന പോലെ, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. പൗലോസ്ലീഹ പറയുവാണ്, ഞാൻ ജീവിക്കുന്നു, ഞാനല്ല, ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു. ഈ മാമോദീസായിലൂടെ നമുക്ക് ഈ ദൈവഛായയിൽ നൽകപ്പെട്ട ഈ വലിയ ഒരു പദവിയാണ് ഈശോയെ പോലെ തന്നെ ആയിത്തീരാനുള്ള ആ വിളി. ശരീരത്തിലെ പല കോശങ്ങളിൽ ഒന്നുപോലെ തിരുസഭയാകുന്ന ഈശോയുടെ തിരുശരീരത്തിലെ, ക്രിസ്തുവിൻ്റെ തിരുശരീരത്തിലെ ഒരു കോശമായിട്ട് മാമോദീസ എന്ന കൂദാശയിലൂടെ നമ്മളെ മാറ്റിയിരിക്കുകയാണ്. അന്നേരം ആ വ്യക്തിത്വം, ആ ഐഡന്റിറ്റി. 2-ാമത്തെ കാര്യം, എന്തിനു വേണ്ടി? സ്വർഗ സൗഭാഗ്യം പ്രാപിക്കാൻ വേണ്ടി. ഇതിനു വേണ്ടിയിട്ടാകണം ഈ ഷെക്കീന അമേരിക്കാസിൻ്റെ മിനിസ്ട്രിയും മറ്റ് TV സംപ്രേഷണങ്ങളും പുസ്തകങ്ങളും സോഷ്യൽ മീഡിയയും എന്തു തന്നെ ആയിക്കോട്ടെ എല്ലാം. എഫേസുസുകാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 10 മുതലുള്ള തിരുവചനങ്ങൾ, ഇറങ്ങിയവൻ തന്നെയാണ് എല്ലാ വസ്തുക്കളെയും പൂരിതമാക്കാൻ വേണ്ടി എല്ലാ സ്വർഗങ്ങൾക്കുമുപരി ആരോഹണം ചെയ്തവനും. അത് ഈശോയെക്കുറിച്ചാണ്. എന്നിട്ട് അവിടുന്ന് ചിലർക്ക് അപ്പസ്തോലന്മാരും പ്രവാചകന്മാരും സുവിശേഷ പ്രഘോഷകന്മാരും ഇടയന്മാരും പ്രബോധകന്മാരും മറ്റുമാകാൻ വരം നൽകി. ഇത് വിശുദ്ധരെ പരിപൂർണരാക്കുന്നതിനും ശുശ്രൂഷയുടെ ജോലി ചെയ്യുന്നതിനും ക്രിസ്തുവിന്റെ ശരീരത്തെ പണിതുയർത്തുന്നതിനും വേണ്ടിയാണ്. അന്നേരം ഷെക്കീന ആയാലും മറ്റ് സുവിശേഷ വേലയിൽ ഏർപ്പെട്ടിരിക്കുന്ന സോഷ്യൽ മീഡിയകളോ TV സംപ്രേഷണമോ എന്തൊക്കെയായാലും, പുസ്തകങ്ങളായാലും നമ്മുടെ ഈ വിശ്വാസ പരമ്പരയായാലും, ഇതിന്റെ ലക്ഷ്യം എന്താണ്? ക്രിസ്തുവിന്റെ ശരീരത്തെ പണിതുയർത്തുക. എന്നിട്ട് 13-ാം തിരുവചനത്തിൽ പൗലോസ്ലീഹ പറഞ്ഞിരിക്കുവാണ്, വിശ്വാസത്തിന്റെ ഐക്യത്തിലും ദൈവപുത്രനെ കുറിച്ചുള്ള പൂർണ്ണ ജ്ഞാനത്തിലും എല്ലാവരും എത്തിച്ചേരുകയും ക്രിസ്തുവിന്റെ പരിപൂർണതയുടെ അളവനുസരിച്ച് പക്വതയാർന്ന മനുഷ്യരാവുകയും ചെയ്യുന്നതുവരെ ഇത് തുടരേണ്ടിയിരിക്കുന്നു. ക്രിസ്തുവിന്റെ പരിപൂർണതയുടെ അളവ്, അത് ഈശോ തന്നെ ആയിട്ട് 100% ഈശോ ആയിട്ട് മാറുന്നത് വരെ ഈ പഠിപ്പീരുകള്, പ്രക്ഷേപണങ്ങള്, സുവിശേഷവേലകളെല്ലാം തുടരേണ്ടിയിരിക്കുന്നു. അതാണ് നമ്മുടെ ലക്ഷ്യം. അന്നേരം ഈ ലോകത്തിൽ ഈശോയുടെ പൂർണ്ണതയിൽ നമ്മൾ എത്തിച്ചേരുക. എന്നിട്ട് എഫേസുസുകാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 14-ാം തിരുവചനം, നാം ഇനിമേൽ തെറ്റിന്റെ വഞ്ചനയിൽ പെടുത്തുവാൻ മനുഷ്യർ കൗശലപൂർവം നൽകുന്ന വക്രതയാർന്ന ഉപദേശങ്ങളുടെ കാറ്റിൽ ആടിയുലയുകയും തൂത്തെറിയപ്പെടുകയും ചെയ്യുന്ന ശിശുക്കളാകരുത്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ എന്തുമാത്രം കാര്യങ്ങളാണ് മനുഷ്യർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.
അതിൽ എത്രയൊക്കെയാണ് സത്യമുള്ളത്, എത്രയൊക്കെയാണ് ദുരാത്മാവ് മനുഷ്യരിലൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, നമ്മളിതൊക്കെ വിവേചിച്ചുകൊണ്ടിരിക്കണം. കാരണം നമ്മൾ ഈ ലോകത്തിലാണേലും ഈശോ പറഞ്ഞതുപോലെ ഈ ലോകത്തിൻ്റെതല്ല. പിതാവായ ദൈവം ഈശോയെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ച് ഒരു മനുഷ്യനായി ഈശോ മിശിഹ. ഈശോ പീഡകൾ സഹിച്ച് എൻ്റെയും നമ്മുടെ ഓരോരുത്തരുടെയും പാപങ്ങൾക്ക് പരിഹാരം എല്ലാം ചെയ്ത് മരിച്ച് സ്വർഗത്തിലേക്ക് കയറി മനുഷ്യ പ്രകൃതിയെ സ്വർഗത്തിൽ കൊണ്ട് വെച്ചിരിക്കുക. എന്നിട്ട് മാമോദീസായിലൂടെ ഈ ഉയർത്തെഴുന്നേറ്റ മനുഷ്യപ്രകൃതി ഓരോ മനുഷ്യനും തരാനായിട്ട് കാത്തിരിക്കുകയാണ്. അത് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. എന്നിട്ട് അത് ഈ എഫേസുസാർക്ക് എഴുതിയ ലേഖനത്തിൽ തന്നെ 2-ാമത്തെ അധ്യായത്തിൽ 4 മുതലുള്ള തിരുവചനങ്ങൾ നമ്മൾ വളരെ ഗൗരവമായിട്ട് ധ്യാനിക്കേണ്ടതാണ്. നമ്മൾ പാപം വഴി മരിച്ചവരായിരുന്നിട്ടും കരുണാസമ്പന്നനായ ദൈവം നമ്മോട് കാണിച്ച മഹത്തായ സ്നേഹത്താൽ ക്രിസ്തുവിനോടുകൂടെ നമ്മെ ജീവിപ്പിച്ചു. ആദി പാപത്തിൽ ദൈവവുമായിട്ടുള്ള ഐക്യം മുറിഞ്ഞ് എല്ലാ മനുഷ്യരും ആ ആത്മീയ ജീവിതത്തിൽ മരണത്തിന് വിധേയരായി. ദൈവം തന്നെ മനുഷ്യനായിട്ട് വന്ന് ഈശോ മിശിഹ ഇതിനൊക്കെ പരിഹാരം ചെയ്ത് ഇതെല്ലാം നേരെയാക്കി നമുക്ക് ദൈവിക ജീവൻ തിരിച്ചു തന്നു, നമ്മെ ജീവിപ്പിച്ചു. കൃപയാൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടു. 6-ാം തിരുവചനം, എഫേസുസാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 6-ാം തിരുവചനം. യേശു ക്രിസ്തുവിനോട് കൂടെ അവിടുന്ന് നമ്മെ ഉയർപ്പിച്ച് സ്വർഗത്തിൽ അവിടുത്തോടുകൂടെ ഇരുത്തുകയും ചെയ്തു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒന്ന് ചിന്തിച്ചു നോക്കിയേ. നമ്മളെ ഒന്നുമല്ലാത്ത ഈ മനുഷ്യനെ സ്വർഗത്തിൽ കൊണ്ടിരുത്തിയിരിക്കുവാണ്. എങ്ങനെ സ്വർഗത്തിലേക്ക് പോകണം എന്നുള്ളത് അല്ല ഒരു ക്രിസ്ത്യാനിയുടെ ലക്ഷ്യം. എങ്ങനെ സ്വർഗത്തിൽ തുടരാം ഈ ലോകത്തിലെ ജീവിതം തീരുന്നത് വരെ എന്നുള്ളതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. വിശ്വാസ പരമ്പരയുടെ വിശ്വാസത്തിൻ്റെ തുടക്കം തന്നെ അവിടെയാകണം. നമ്മൾ മാമോദീസ മുങ്ങാത്ത മനുഷ്യരെ പോലെ അല്ല. വിശുദ്ധ മാമോദീസ എന്ന കുമ്പസാരത്തിലൂടെ ഈശോ പിതാവായ ദൈവം ഈശോയിൽ നമ്മളെ ഉയർപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുന്നു. എന്നിട്ട് പറഞ്ഞിരിക്കുകയാണ്, അവിടുന്ന് യേശുക്രിസ്തുവിൽ നമ്മോട് കാണിച്ച കാരുണ്യത്താൽ വരാനിരിക്കുന്ന കാലങ്ങളിൽ തൻ്റെ അപരിമേയമായ കൃപാസമൃദ്ധിയെ വ്യക്തമാക്കാനാണ് ഇപ്രകാരം ചെയ്തത്. വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. അത് നിങ്ങൾ നേടിയെടുത്തതല്ല, ദൈവത്തിൻ്റെ ദാനമാണ്. അത് പ്രവൃത്തികളുടെ ഫലമല്ല. തന്മൂലം ആരും അതിൽ അഹങ്കരിക്കേണ്ടതില്ല. സ്നാപയോഹന്നാൻ പറഞ്ഞതുപോലെ ഈശോ വളരണം, ഞാൻ കുറയണം. നമ്മുടെ ഓരോരുത്തരുടെയും ലക്ഷ്യം അതായിരിക്കണം. അതായത് ഈ വിശ്വാസ പരമ്പരയുടെയും ലക്ഷ്യം എന്താണ്? എങ്ങനെ ഈശോ നമുക്ക് വേണ്ടി ചെയ്ത വലിയ വലിയ കാരുണ്യം നമ്മുടെ തന്നെ അനുദിന ജീവിതത്തിലെ ചിന്ത, വാക്ക്, പ്രവൃത്തികൾ വഴി നമ്മൾ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുകയും അതുവഴി മറ്റുള്ളവർ ഈശോയെ അറിയാനും ഈ കത്തോലിക്ക വിശ്വാസം എന്താണെന്നറിഞ്ഞ് കത്തോലിക്ക വിശ്വാസം അനുസരിച്ച് ജീവിക്കേണ്ടതിന് നമ്മൾ തന്നെ മാതൃകയാകാനും വേണ്ടിയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ വിശ്വാസ പരമ്പരയുടെയൊക്കെ അടിസ്ഥാന ലക്ഷ്യമായിട്ട് പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്നത്. എന്നിട്ട് ഈ 10-ാം തിരുവചനത്തിൽ എഫേസുസാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 10-ാം തിരുവചനം, നാം ദൈവത്തിൻ്റെ കരവേലയാണ്, നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സൽപ്രവൃത്തികൾക്കായി യേശു ക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. അന്നേരം ഓരോ വ്യക്തിയും ഈ ലോകത്തിൽ ചെയ്തു തീർക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ പിതാവായ ദൈവം ഉദ്ദേശിച്ചു വച്ചിട്ടുണ്ട്. അത് തിരിച്ചറിയാനും അതനുസരിച്ച് ജീവിച്ച് അത് പൂർത്തിയാക്കാനും ഈ കത്തോലിക്ക വിശ്വാസത്തെക്കുറിച്ചുള്ള ആധികാരികമായ പ്രബോധന ഗ്രന്ഥം നമ്മളെ തീർച്ചയായിട്ടും സഹായിക്കും. നമ്മളത് എന്തുമാത്രം ഉപയോഗിക്കുന്നുവോ അതിനനുസരിച്ച് നമ്മുടെ അനുദിന ജീവിതത്തിലെ സന്തോഷങ്ങളിലും സങ്കടങ്ങളിലും
നമുക്ക് പരിശുദ്ധാത്മാവ് വ്യക്തമായ നിർദ്ദേശങ്ങൾ തന്നുകൊണ്ടിരിക്കും. ഇതിൻ്റെ വെളിച്ചത്തിൽ എൻ്റെ മനസ്സിൽ വരുന്ന വലിയ ഒരു കാര്യം എൻ്റെ അമ്മച്ചിയെക്കുറിച്ചാണ്. എൻ്റെ ജീവിതത്തിൽ എൻ്റെ അമ്മച്ചിയാണ് എനിക്ക് വിശ്വാസത്തിൽ വളരെ അധികമായിട്ടുള്ള അറിവ് തന്നിട്ടുള്ള. അമ്മച്ചി വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ലെങ്കിലും അമ്മച്ചിയുടെ ജീവിത രീതിയിൽ നിന്ന് ഞാൻ പഠിച്ചിരിക്കുന്നതാണ്. എനിക്ക് 15-16 വയസ്സ് മറ്റോ പ്രായമുള്ളപ്പോഴായിരിക്കും, കൃത്യം 15 ഇല്ലായിരിക്കും, ഒരു 10 വയസ്സെങ്ങാനും ആയിരിക്കും. അമ്മച്ചി, ഞങ്ങൾ ആലപ്പുഴയിലാണ് ജനിച്ചത്, ഞാൻ 10 മക്കളിലൊന്നാണ്. അമ്മച്ചി ചില ദിവസങ്ങളിൽ കുറച്ച് ദൂരെയുള്ള ഒരു പള്ളിയിൽ പോകുമായിരുന്നു. കുരിശുപള്ളി എന്നാണ് അന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. പഴവങ്ങാടി ഇടവക പള്ളിയുടെ കുരിശുപള്ളിയായിരുന്നു അന്നത്. വീട്ടിൽ നിന്നൊരു 20-25 മിനിറ്റ് നടന്നു പോകണം. അന്നേരം അമ്മച്ചി രാവിലെ പോകും, അവിടെ പോയിരുന്ന് ഭജനയിരിക്കും പ്രാർത്ഥിക്കാനായിട്ട്. അന്നേരം വൈകുന്നേരം സന്ധ്യ ആകുമ്പോഴത്തേക്ക് ആരെങ്കിലും തിരിച്ചു കൊണ്ടുവരണം വീട്ടിലേക്ക്. സാറിന് എൻ്റെ ചേട്ടനോ എൻ്റെ നേരെ മൂത്ത പെങ്ങളോ റോസമ്മ എന്ന് പറയുന്നൊരു പെങ്ങളുണ്ട്, പെങ്ങളുമായിരിക്കും പോകുന്നത്. ഒരു ദിവസം, ചില ദിവസങ്ങളിൽ ഞാനായിരുന്നു പോരുന്നത്. ഒരു ദിവസം ഞാൻ പോയി തിരിച്ചു വരുന്ന വഴിക്ക് അമ്മച്ചി എന്നെ നോക്കിയിട്ട് ചോദിച്ചു, കാല് കഴിക്കുന്നുണ്ടല്ലേ എന്ന്. ഞാൻ ആന്ന് പറഞ്ഞു. അമ്മച്ചി പറഞ്ഞു, ഏറ്റു പറയാൻ പറഞ്ഞു. എന്നിട്ട് അമ്മച്ചി ഇങ്ങനെ പറഞ്ഞു, ഈശോയെ, ഞാൻ പറഞ്ഞു, ഈശോയെ, കുരിശും വഹിച്ചുകൊണ്ട് അവിടുന്ന് ഗാവുൽത്താ മലയിലേക്ക് പോയപ്പോൾ അനുഭവിച്ച വേദനയോട് ചേർത്ത് എൻ്റെ കാലിൻ്റെ വേദന ഞാൻ കാഴ്ചവെക്കുന്നു. അമ്മച്ചി ഇത് പറഞ്ഞ് ഞാനും പറഞ്ഞു. എനിക്കൊന്നും മനസ്സിലായൊന്നുമില്ല. ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ 1987 ന്യൂയോർക്കിൽ വരുന്നു. ന്യൂയോർക്കിൽ അതൊന്നും സെമിനാരിൽ ചേർന്നിട്ടില്ല, ജോലി ചെയ്യുമായിരുന്നു. അന്നേരം 5-6 ദിവസം ജോലിയുണ്ട്. 7ാമത്തെ ദിവസം ഞായറാഴ്ച പള്ളിയിൽ പോയിട്ട് ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് 6 ദിവസത്തേക്കുള്ള ആഹാരമൊക്കെ പാചകം ചെയ്യണം. അന്നേരം ആകെ ക്ഷീണിച്ച അവസ്ഥയാണ് ഞാൻ. എന്നിട്ട് രാവിലെ പള്ളിയിൽ പോയി കുർബാനയെല്ലാം കഴിഞ്ഞ് ഷോപ്പിംഗ് കഴിഞ്ഞ് വരുമ്പോൾ 2 കയ്യിൽ നിറയെ ഈ ഗ്രോസറി ഒക്കെയാണ്. ക്ഷീണിച്ച് മടുത്ത് നടന്ന് പെട്ടെന്ന് പണ്ട് അമ്മച്ചി പറഞ്ഞ ആ കാര്യം ഓർമ്മ. ഞാനറിയാതെ ഞാൻ പറഞ്ഞു, ഈശോയെ, കാൽവരിയിലേക്ക് അവിടുന്ന് കുരിശും വഹിച്ചുകൊണ്ട് പോയപ്പോൾ അനുഭവിച്ച വേദനയോട് ചേർത്ത് എൻ്റെ വേദന ഞാൻ കാഴ്ചവെക്കും. അതിൻ്റെ കൂടെ ഇതും കൂടെ വന്നു. പരിശുദ്ധ അമ്മ ഈശോയുടെ കൂടെ വന്നപ്പോൾ പരിശുദ്ധ അമ്മ അനുഭവിച്ച അപമാനത്തോട് ചേർത്ത് എന്നെ കാണുന്നവരാരെങ്കിലും എന്നെ കളിയാക്കുന്നുണ്ടെങ്കിൽ അത് കാഴ്ചവെക്കുന്നത് പറയാൻ കാരണം, ഞാൻ ആ താമസിച്ചിരുന്നിടത്ത് മലയാളികളുണ്ടായിരുന്നു അന്ന്. വേറെ മലയാളികൾ പലരും വണ്ടിയിലും ഒക്കെയാണ് പോകുന്നത്. ഞാനിങ്ങനെ നടന്നു പോകുമ്പോൾ എനിക്ക് തോന്നുന്നില്ല വേറെ ആരെങ്കിലും അതുപോലെ പോയിക്കൊണ്ടിരുന്നെന്ന്. അന്നും എനിക്ക് വലുതായിട്ട് വിശ്വാസത്തെക്കുറിച്ചൊന്നും അറിയത്തില്ല. ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ വാസ്തവത്തിലെ അമ്മച്ചിയുടെ വിശ്വാസ ജീവിതമേ, തിയോളജിയിൽ ഡോക്ടറേറ്റ് എടുക്കുന്നവർക്ക് പോലും ഒരുപക്ഷെ അങ്ങനെയുള്ള വിശ്വാസം ഉണ്ടാകണമെന്നില്ല. ഞാൻ ആരെയും കുറ്റം പറയുമല്ല. പക്ഷെ എൻ്റെ അമ്മച്ചി 8ാം ക്ലാസ് മറ്റോ വരെ പഠിച്ചുള്ളേ. പക്ഷെ ആ പാവം അമ്മച്ചി ഈശോയെ അമ്മച്ചിയുടെ ജീവിതത്തിൽ അതുപോലെ അറിഞ്ഞു. പരിശുദ്ധ അമ്മ കുരിശും വഹിച്ചുകൊണ്ട് പോയപ്പോൾ ഉണ്ടായിരുന്ന വ്യാകുല മാതാവ്, അതായിരുന്നു എൻ്റെ അമ്മച്ചി. ഞാനിത് പറയാൻ കാരണം, അന്ന് അമ്മച്ചി എൻ്റെ ഉള്ളിൽ, അമ്മച്ചിയിലൂടെ പരിശുദ്ധാത്മ വിട്ട വിത്ത് ഒരുപക്ഷെ അമ്മച്ചിയും വലുതായിട്ട് ചിന്തിച്ച് കാണത്തില്ലായിരിക്കും. എനിക്ക് ഒട്ടുമേ അറിയത്തില്ലായിരുന്നു. എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ട് ലോകത്തിൻ്റെ ഇങ്ങേ അറ്റത്ത് വേറൊരവസ്ഥയിലായിരുന്നപ്പോൾ അതിങ്ങനെ മുളച്ചു വന്നു. എനിക്കത് തന്ന ഒരു സമാധാനം. അന്ന് ഞാനായിരുന്ന കുരിശിൻ്റെ വഴിയിലൂടെ പോകാനായിട്ട് പരിശുദ്ധ അമ്മയുടെ ഒരു സാന്നിധ്യമായിട്ട് എൻ്റെ അമ്മച്ചിയെ കുറിച്ചുള്ള ഓർമ്മ, ഇതെല്ലാം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ട് കിടക്കുവാണ്. ഇത് ഞാൻ പറയാൻ കാരണം എൻ്റെ മനസ്സിൽ പ്രാർത്ഥനയിൽ വന്നതാണ്. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ കുടുംബജീവിതം നയിക്കുന്നവർ, പ്രത്യേകിച്ച് മാതാപിതാക്കൾ, പ്രായപൂർത്തിയായവരൊക്കെ മക്കളോട് ഇടപെടുമ്പം, കൊച്ചുങ്ങളോട് ഇടപെടുമ്പം, അല്ലെങ്കിൽ അന്യ
വീട്ടുകാരുടെ കുട്ടികളോട് ഇടപെടുമ്പോൾ, അങ്ങനെ വീട്ടുകാരോട് ഇടപെടുമ്പോൾ എങ്ങനെ നമുക്ക് ഈശോയെ കൊടുക്കാൻ പറ്റും? അത് അന്നേരം ഒന്നും നമുക്കറിയത്തില്ലായിരിക്കും. ചില വർഷങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും അതിൻ്റെ ഫലം നമ്മൾ അറിയും. വിശ്വാസ ജീവിതം, ദൈവം നമുക്ക് തന്നിരിക്കുന്ന വിശ്വാസമെന്ന ദാനം, ഈശോയിലൂടെ എന്തെല്ലാം നമുക്ക് വേണ്ടി ചെയ്ത്, പ്രത്യേകിച്ചും നമ്മളെ സ്വർഗത്തിൽ കൊണ്ട് ഇരുത്തിയിരിക്കുന്നു. ഇതിനൊക്കെ പ്രതിഫലമായിട്ട് നമ്മൾ എന്ത് ദൈവത്തിന് കൊടുക്കും, ഈശോയ്ക്ക് കൊടുക്കും? എൻ്റെ പ്രിയപ്പെട്ടവരെ, ചിന്തിച്ചു നോക്കിയാൽ നമ്മുടെ അനുദിന ജീവിതത്തിൽ ഈശോ എന്നിലും ഞാൻ ഈശോയിലുമാണ് എന്നുള്ള ആ ഒരു ബോധ്യത്തോടെ ഉള്ള ഒരു ജീവിതമല്ലേ ഏറ്റവും വലിയൊരു നന്ദി പ്രകടനം. ഞാൻ ജീവിക്കുന്നു, ഞാനല്ല, ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു എന്ന് പൗലോസ്ലീഹ ആ ഗലാത്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 19-20 തിരുവചനങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ആ സത്യം നമുക്ക് ഓർക്കാം. പ്രത്യേകിച്ചും കുടുംബജീവിതത്തിൽ, ഞങ്ങളുടെ വൈദിക ജീവിതത്തിലും സന്യസ്ത ജീവിതത്തിലും ഒക്കെ ഇതുണ്ട്. പ്രായഭേദമന്യേ സഹനം എന്നത് ഗർഭത്തിലായിരിക്കുന്ന ശിശുവിന് മുതൽ അന്ത്യശ്വാസം വലിക്കാൻ കിടക്കുന്ന ഏറ്റവും പ്രായമായ വ്യക്തിക്ക് പോലും ഒഴിച്ചുകൂടാനാവാത്ത ഒരു സത്യമാണല്ലോ സഹനം. ഈശോയെ അറിയും തോറും എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ വിശ്വാസം ആ സഹനത്തിലേക്ക് ചേർക്കാമെങ്കിൽ നമുക്കറിയാൻ പറ്റാത്ത ഒരു സമാധാനവും സന്തോഷവും ഉന്മേഷവും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. പരിശുദ്ധാത്മാവിൻ്റെ വലിയ ഒരു ദാനമാണത്, ഫലവുമാണത്. അതുകൊണ്ട് നമ്മൾ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് ഓർക്കാം, പ്രത്യേകിച്ച് നമ്മൾ കത്തോലിക്കര് വിശുദ്ധ കുർബാനയിലൂടെ നമ്മളിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോ എന്നിലൂടെ എൻ്റെ അനുദിന ജീവിതത്തിലെ കാര്യങ്ങളിൽ പങ്കെടുക്കുന്നു. എവിടെയൊക്കെ പരിശുദ്ധ അമ്മയുണ്ടോ അവിടെയൊക്കെ വിശുദ്ധ ഔസേപ്പിതാവും പരിശുദ്ധ അമ്മയുണ്ട്. എവിടെയൊക്കെ ഈശോ ഉണ്ടോ അവിടെയൊക്കെ പരിശുദ്ധ അമ്മയും വിശുദ്ധ ഔസേപ്പിതാവും ഉണ്ട്. സ്വർഗീയ വൃന്ദം മുഴുക്കയുണ്ട്. നമ്മൾ വിശ്വാസത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ ലളിതമായ സത്യങ്ങൾ ഓർത്ത് നമ്മുടെ ജീവിതത്തിൽ വരുത്തേണ്ട മാറ്റങ്ങൾ വരുത്താൻ ശ്രമിക്കാം. നമ്മൾ പറയുന്നതിന് മുമ്പ് തന്നെ മറ്റുള്ളവർ നമ്മളിലൂടെ ഈശോയെ അറിയാനായിട്ട് പരിശുദ്ധാത്മാവ് ഇടവരുത്തും. നമുക്ക് എല്ലാ കാര്യങ്ങളിലും ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ എന്നുള്ളൊരു മനോഭാവത്തോടെ ജീവിക്കാം. ഷെക്കീന മിനിസ്ട്രിയിൽ ജോലി ചെയ്യുന്ന എല്ലാ മക്കളെയും നമുക്ക് ഓർക്കാം. പ്രത്യേകിച്ചും ഷെക്കീന അമേരിക്ക ന്യൂയോർക്ക് റീജിയൻ സ്റ്റുഡിയോയോട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരിക്കുന്നവരും ഇനി പ്രവർത്തിക്കാൻ പോകുന്നവരായ എല്ലാവരെയും നമുക്ക് പ്രാർത്ഥനയിൽ ഓർക്കാം. എല്ലാവരിലൂടെയും ഈശോ ഉയർത്തപ്പെടാനും അതുവഴി പിതാവായ ദൈവം മഹത്വപ്പെടാനും പരിശുദ്ധാത്മാവ് ഇടയാക്കട്ടെ. ആമേൻ.